Hi everyone. So ഇന്ന് നമ്മൾ പുതിയ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ് എക്കോസിസ്റ്റം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എക്കോസിസ്റ്റം എന്നുള്ളത് പ്രധാനമായും രണ്ട് ടേംസ് ആയിട്ടാണ് ഉള്ളത്, എക്കോ എന്നും അതുപോലെ തന്നെ സിസ്റ്റം എന്നുള്ളതും. സോ ഈ ഒരു നെയിം നിങ്ങൾ മനസ്സിലാക്കിയാൽ ഇല്ലെങ്കിൽ അതിൻ്റെ ആ രണ്ട് ടേംസ് മനസ്സിലാക്കിയാൽ ഓവറോൾ ഐഡിയ കിട്ടും എന്താണ് എക്കോസിസ്റ്റം എന്നുള്ളത്. ഓക്കെ, സോ എക്കോ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് എൻവിറോൺമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് അല്ലേ. അതുപോലെ സിസ്റ്റം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇൻട്രാക്ടിങ് ഗ്രൂപ്പ്സ്. ഓക്കെ, അപ്പം എൻവിറോൺമെൻറ്റിലുള്ള ഇൻട്രാക്ടിങ് ഗ്രൂപ്പ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പ്രധാനമായും എക്കോസിസ്റ്റത്തിലൂടെ പഠിക്കുന്നത്. അപ്പം എന്താണ് ഇൻട്രാക്ടിങ് ഗ്രൂപ്പ്സ് എന്നൊക്കെ മുന്നിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, സോ നമുക്ക് നോക്കാം എക്കോസിസ്റ്റത്തിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത്. ദി എക്കോസിസ്റ്റം ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എനി സ്പേഷ്യൽ ഓർ ഓർഗനൈസേഷണൽ യൂണിറ്റ് ഇൻക്ലൂഡിംഗ് ലിവിംഗ് ഓർഗാനിസം ആൻഡ് നോൺ ലിവിംഗ് സബ്സ്റ്റൻസസ് interacting to produce an exchange of materials between the living and the non-living parts. അപ്പോൾ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സ്പേഷ്യൽ ഓർ ഓർഗനൈസേഷൻ യൂണിറ്റിലുള്ള ലിവിങ് ഓർഗാനിസം ആൻഡ് നോൺ ലിവിങ് സബ്സ്റ്റൻസിൻ്റെ ഇൻട്രാക്ഷനെയാണ് നമ്മൾ പ്രധാനമായും എക്കോസിസ്റ്റത്തിലൂടെ പഠിക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ ലിവിങ് ഓർഗാനിസം അഥവാ ജീവനുള്ളതും നോൺ ലിവിങ് ജീവനില്ലാത്തവൻ ആയുള്ള സബ്സ്റ്റൻസിൻ്റെ ഇൻട്രാക്ഷനാണ് നമ്മൾ പ്രധാനമായും എക്കോസിസ്റ്റത്തിലൂടെ പഠിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഈ ഒരു ഇൻട്രാക്ഷൻ സംഭവിക്കുന്നത്? ടു പ്രൊഡ്യൂസ് ആൻ എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ് ബിറ്റ്വീൻ ദി ലിവിങ് ആൻഡ് നോൺ ലിവിങ് പാർട്സ്. അപ്പം ഈ ഒരു ഇൻട്രാക്ഷൻ, അതായത് ഈ ലിവിങ് ഓർഗാനിസവും അതുപോലെ തന്നെ നോൺ ലിവിങ് ഓർഗാനിസവും തമ്മിലുള്ള ഇൻട്രാക്ഷൻ എന്തിനാണെന്ന് ബേസിക്കലി വെച്ചാൽ ടു പ്രൊഡ്യൂസ് ആൻ എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽ ബിറ്റ്വീൻ ലിവിങ് ആൻഡ് നോൺ ലിവിങ് പാർട്സ്. അപ്പം എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ എന്ത് മെറ്റീരിയൽസ് ആണ് എക്സ്ചേഞ്ച് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് ഒന്നെങ്കിൽ ആ ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ മെറ്റീരിയൽസ് ആകാം, ഇല്ലെങ്കിൽ എനർജി ആയിരിക്കും. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് പിരമിഡ് ഓഫ് എനർജി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബയോമാസൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങളും ആകാം. ഓക്കെ, സോ ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായും എക്കോസിസ്റ്റത്തിലൂടെ പഠിക്കുന്നത്. ഓക്കെ, ഇനി എക്കോസിസ്റ്റത്തെ നമുക്ക് കുറിച്ച് പഠിക്കാൻ പ്രധാനമായും രണ്ട് രീതിയിൽ അപ്രോച്ച് ചെയ്യാം. ഓക്കെ, അതിൽ ഫസ്റ്റ് വണ്ണാണ് എന്ത് സ്ട്രക്ചറൽ ആസ്പെക്റ്റും, നെക്സ്റ്റ് ആണ് എന്ത് ഫങ്ഷണൽ ആസ്പെക്റ്റും. അപ്പോൾ ഈ രണ്ട് പോയിന്റ് ഓഫ് വ്യൂവിൽ കൂടെയും നമുക്ക് എക്കോസിസ്റ്റത്തെ കുറിച്ച് പഠിക്കാം. ഓക്കെ, സോ നമുക്ക് ആദ്യം നോക്കാം എങ്ങനെയാണ് സ്ട്രക്ചറൽ ആസ്പെക്റ്റിലൂടെ എക്കോസിസ്റ്റത്തെ കുറിച്ച് പഠിക്കുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് സ്ട്രക്ചറൽ ആസ്പെക്ട്സ് ഓഫ് എക്കോസിസ്റ്റം എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ദി സ്ട്രക്ചറൽ ആസ്പെക്ട്സ് ഓഫ് എക്കോസിസ്റ്റം ഇൻക്ലൂഡ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി അറേഞ്ച്മെന്റ്, types and number of species and their life histories, along with a description of the physical feature of the environment. അപ്പോൾ സ്ട്രക്ചറൽ ആസ്പെക്റ്റിൽ നമ്മൾ പ്രധാനമായും പഠിക്കുന്നത് സ്പീഷീസിൻ്റെ അറേഞ്ച്മെൻറ്റ്, ടൈപ്പ്, നമ്പർ, അതുപോലെ തന്നെ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് നമ്മൾ പ്രധാനമായും ഈ ഒരു സ്ട്രക്ചറൽ ആസ്പെക്റ്റിലൂടെ പഠിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ഈ സ്ട്രക്ചറൽ ആസ്പെക്ട്സിൻ്റെ കോമ്പണൻസ് എന്തൊക്കെയാണ് പ്രധാനമായും ഉള്ളത് എന്നുള്ളതാണ്. ഓക്കെ, സോ ഫസ്റ്റ് ആണ് എന്ത് ഇൻഓർഗാനിക് ആസ്പെക്ട്സ്. ഓക്കെ, അപ്പോൾ ഇൻഓർഗാനിക് ആസ്പെക്ട്സ് പറഞ്ഞാൽ പ്രധാനമായും വളർച്ചയ്ക്ക് ആവശ്യമായ പലതരം എലമെൻറ്റ്സ്, കാർബൺ, നൈട്രജൻ, അയൺ, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ, ഓക്സിജൻ തുടങ്ങിയ പലതരം എലമെൻറ്റ്സ് എന്താണ് നമുക്ക് വളർച്ചയ്ക്ക് ഗ്രോത്തിന് അത്യാവശ്യമാണ് അല്ലേ. പിന്നെ അതുപോലെ നമ്മൾ എവല്യൂഷൻ തിയറി ഒക്കെ പഠിച്ചപ്പം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തായിരുന്നു? ജീവൻ ഉണ്ടായത് ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്നാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം ജീവനുണ്ടായത് ജീവനില്ലാത്ത വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത വസ്തുക്കളാണല്ലോ ഈ ഇൻഓർഗാനിക് ആസ്പെക്ട്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ എന്നൊക്കെ പറഞ്ഞത് അല്ലേ. അപ്പോൾ അമോണിയയിൽ നിന്നാണ് ഫസ്റ്റ് സെല്ല് ഫോം ചെയ്തതെന്നൊക്കെ നമ്മൾ ലോവർ ക്ലാസ്സുകളിൽ പഠിച്ചാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് റീകോൾ ചെയ്യുക ആ കാര്യം. ദെൻ നെക്സ്റ്റ് ആണ് എന്ത് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഓർഗാനിക് കോമ്പൗണ്ട്സിൽ പ്രധാനമായും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എന്തൊക്കെയാണ്? പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ്, ലിങ്ക് ടു അബയോട്ടിക് ടു ബയോട്ടിക് ആസ്പെക്ട്സ്. കാര്യം നമുക്കറിയാം എന്ത് കാർബൺ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ തന്നെ ഹൈഡ്രജൻ, ഓക്സിജൻ, ഇതെല്ലാം നമ്മുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് അല്ലേ. എന്നാൽ ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല. അതിനെ നമുക്ക് അതിൻ്റെ ഓർഗാനിക് ഫോം ആയിട്ടുള്ള പ്രോട്ടീനോ കാർബോഹൈഡ്രേറ്റ് ആയിട്ട് കിട്ടിയിട്ടേ നമുക്ക് എനർജി റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ ലിവിങ് ഓർഗാനിസത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലേ. അപ്പം അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലിങ്ക് ടു അബയോട്ടിക് ടു ബയോട്ടിക് ആസ്പെക്ട്സ് എന്നുള്ളത്. നെക്സ്റ്റ് ആണ് എന്ത് ക്ലൈമാറ്റിക് റിജിംസ്. അതിൽ വരുന്നതാണ് എന്തൊക്കെ ടെമ്പറേച്ചർ, മോയ്സ്ചർ, ലൈറ്റ് ആൻഡ് ടോപ്പോഗ്രഫി. ഓക്കെ, കാര്യം നമുക്കറിയാം എർത്തിൽ ഓരോ പോയിന്റിലും ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു എക്കോസിസ്റ്റം ആയിരിക്കും ആ ഒരു പെർട്ടിക്കുലർ ലൊക്കാലിറ്റിയിൽ ഉണ്ടാകുക എന്നുള്ളത് അറിഞ്ഞിരിക്കാം. നെക്സ്റ്റ് ആണ് എന്ത് പ്രൊഡ്യൂസേഴ്സ്, പ്ലാന്റ്സ്. അപ്പം പ്രധാനമായും നമ്മുടെ എക്കോസിസ്റ്റത്തിൻ്റെ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് ആണ്, അല്ലെങ്കിൽ ഗ്രാസസ് ഒക്കെ ആയിരിക്കും ഉണ്ടാകുക, അറിഞ്ഞിരിക്കുക. പിന്നെ എന്താണ് മാക്രോ കൺസ്യൂമേഴ്സ്. അപ്പോൾ മാക്രോ കൺസ്യൂമേഴ്സിലും പ്രധാനമായും വരുന്നത് ഫാഗോട്രോപ്സ് ആണ്, അല്ലെങ്കിൽ ലാർജ് അനിമൽസ് ആണ്. ഫാഗോട്രോപ്സ് പറഞ്ഞാൽ ബേസിക്കലി ഈ പ്രൈമറി കൺസ്യൂമേഴ്സിനെ
കൺസ്യൂം ചെയ്ത് ജീവിക്കുന്ന അനിമൽസ് ആണ്. ഓക്കെ, അപ്പം ആ കാര്യം മനസ്സിലാക്കുക. ആൻഡ് ഫൈനലി നെക്സ്റ്റ് ആണ് എന്ത്, മൈക്രോ കൺസ്യൂമേഴ്സ്. മൈക്രോ കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്നതാണ് എന്ത്, അബ്സോർബേഴ്സ്, ഫംഗി തുടങ്ങിയവയൊക്കെ തന്നെ. പിന്നെ സാപ്രോട്രോപ്സ് എന്ന് പറയുന്നുണ്ട്, അത് ബേസിക്കലി എന്താണ്, ഡീകമ്പോസേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക സ്ട്രക്ചറൽ ആസ്പെക്ട്സ് ഓഫ് എക്കോസിസ്റ്റത്തെ കുറിച്ചിട്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് ഫങ്ഷണൽ ആസ്പെക്ട്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എക്കോസിസ്റ്റത്തിന്റെ ഫങ്ഷണൽ ആസ്പെക്ട്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, the functional aspects of ecosystem include the flow of energy and the cycling of nutrients. അപ്പം ഫങ്ഷണൽ ആസ്പെക്റ്റിൽ പ്രധാനമായും വരുന്നത് എന്തൊക്കെയാണ്, എനർജിയുടെ ഫ്ലോ. ഓക്കെ, ഞാൻ പറഞ്ഞു എനർജി ഡിഫറെൻറ്റ് ലെവൽസിൽ നമ്മൾ എന്താണ് കൈമാറി വരുന്നുണ്ട്. കാര്യം പിരമിഡ് ഓഫ് ബയോമാസും പിരമിഡ് ഓഫ് എനർജി ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പം നമ്മൾക്കറിയാം ഓരോ ലെവലിലും ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് എനർജിയാണ് ഉള്ളതെന്ന് അല്ലേ. പിന്നെ അതുപോലെ സൈക്ലിംഗ് ഓഫ് ന്യൂട്രിയൻസ്. അപ്പോൾ സൈക്ലിംഗ് ഓഫ് ന്യൂട്രിയൻസിൽ എന്താ വരുന്നത്, പ്രധാനമായും നമുക്കറിയാം പലതരം സൈക്കിളുകൾ ഉണ്ട് അല്ലേ. അപ്പം സൈക്കിളിൽ നിന്ന് ഉദ്ദേശിച്ചത് കാർബൺ സൈക്കിൾ, അതുപോലെ തന്നെ നൈട്രജൻ സൈക്കിൾ, ഓക്സിജൻ സൈക്കിൾ, വാട്ടർ സൈക്കിൾ, അങ്ങനത്തെ പലതരം സൈക്കിളുകൾ നമ്മൾ മുന്നിലേക്ക് പോകുമ്പോൾ പഠിക്കും. സോ ആ ഒരു കാര്യമാണ് സൈക്ലിംഗ് ഓഫ് ന്യൂട്രിയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് കോമ്പോണൻസ് ദാറ്റ് മേക്ക് അപ്പ് ദി ഫങ്ഷണൽ ആസ്പെക്ട്സ് ഓഫ് ആൻ എക്കോസിസ്റ്റം ഇൻക്ലൂഡ് എനർജി സൈക്കിൾസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് എനർജി സൈക്കിൾസ് ആണ്. അപ്പോൾ നമുക്കറിയാം പല സ്പീഷീസ് ഉണ്ട്, എന്തൊക്കെയാണ് പ്രൈമറി കൺസ്യൂമേഴ്സ്, സെക്കൻഡറി കൺസ്യൂമേഴ്സ്, അബ്സോർബേഴ്സ്, അങ്ങനെ. അപ്പോൾ ഇതിലുള്ള എനർജി ഉള്ളത് പല ലെവൽസിലായിട്ട് അല്ലെങ്കിൽ പല എമൗണ്ടിലായിരിക്കും ഉണ്ടാകുക. സോ അതാണ് നമുക്ക് എനർജി സൈക്കിൾസിലൂടെ മനസ്സിലാക്കേണ്ട കാര്യം. സെക്കൻഡ് ആണ് എന്ത്, ഫുഡ് ചെയിൻസ്. ഫുഡ് വെബ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുക്കാണ്ട്, പിന്നെ ബേസിക്കലി നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടും സെൽഫ് എക്സ്പ്ലാനേറ്ററി ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഇനി അറിഞ്ഞിരിക്കുക ഫുഡ് ചെയിൻസ്. നെക്സ്റ്റ് ആണ് എന്ത്, ഡൈവേഴ്സിറ്റി, ഇന്റർലിങ്കേജ് ബിറ്റ്വീൻ ഓർഗാനിസംസ്. പിന്നെ വരുന്നതാണ് ന്യൂട്രിയൻ സൈക്കിൾസ്, ബയോകെമിക്കൽ സൈക്കിൾസ്, ആൻഡ് ഫൈനലി എവല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെന്ത് ഫങ്ഷണൽ ആസ്പെക്ട്സിൽ വരുന്നത്. നമുക്ക് ഇതിൻ്റെ എല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാണ്ട്, അത് നമുക്ക് മുന്നിലേക്ക് പോകുമ്പോൾ മനസ്സിലാക്കാം. ഇപ്പോൾ നിങ്ങൾ ഓറലായിട്ട് ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് കോമ്പണൻസ് ഓഫ് എക്കോസിസ്റ്റം എന്നുള്ളത്. അപ്പം ഇന്നത്തേക്കും വെച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് കോമ്പണൻസ് ഓഫ് എക്കോസിസ്റ്റം എന്നുള്ളത്. അപ്പം പ്രധാനമായും രണ്ട് കോമ്പണൻസ് ആണ് അല്ലെങ്കിൽ രണ്ട് ഫാക്ടേഴ്സ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് ആണ് എന്ത്, എബയോട്ടിക് ഫാക്ടർ, ആൻഡ് സെക്കൻഡ് ആണ് എന്ത്, ബയോട്ടിക് ഓർ ബയോളജിക്കൽ ഫാക്ടേഴ്സ്. അപ്പം ഇത് രണ്ടും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പം എബയോട്ടിക് എന്നുള്ളതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് എന്താണ്, എബയോട്ടിക്. അപ്പോൾ അതിന് ജീവനില്ലാത്ത കോമ്പണൻസിനെ അല്ലെങ്കിൽ ഫാക്ടേഴ്സിനെയാണ് നമ്മൾ എബയോട്ടിക് ഫാക്ടേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. എബയോട്ടിക് ഫാക്ടേഴ്സ് ആർ നോൺ ലിവിങ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പാർട്സ് ഓഫ് ദി എൻവിറോൺമെന്റ് ദാറ്റ് എഫക്ട് ലിവിങ് ഓർഗാനിസംസ് ആൻഡ് ദി ഫങ്ഷൻ ഓഫ് എക്കോസിസ്റ്റം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു എബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബേസിക്കലി നോൺ ലിവിങ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പാർട്സ് ഓഫ് എൻവിറോൺമെന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ എബയോട്ടിക് ഫാക്ടേഴ്സിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി നമുക്കറിയാം ഈ പറഞ്ഞ എബയോട്ടിക് ഫാക്ടേഴ്സിന്റെ എക്സാമ്പിൾസ് ആണ്. അത് വെച്ചിട്ട് തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് എബയോട്ടിക് ഫാക്ടേഴ്സിന്റെ സിഗ്നിഫിക്കൻസ് എന്നുള്ളത്. നമ്മളെ പോലുള്ള ജീവനുള്ള ലിവിങ് ഓർഗാനിസത്തിന് വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് എബയോട്ടിക് ഫാക്ടേഴ്സ്. എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ടർ ആണെങ്കിലും, അതുപോലെ തന്നെ ലൈറ്റ് ആണെങ്കിലും, ഫയർ ആണെങ്കിലും, പിന്നെ അതുപോലെ മിനറൽസ് ആണെങ്കിലും എലമെന്റ്സ് ആണെങ്കിലും എല്ലാം തന്നെ എന്താണ് എബയോട്ടിക് ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ എല്ലാ ലിവിങ് ഓർഗാനിസത്തിനും ഈ പറഞ്ഞ എബയോട്ടിക് ഫാക്ടേഴ്സ് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട എബയോട്ടിക് ഫാക്ടേഴ്സ് എന്നുള്ളത്. among the main abiotic factors of the ecosystem are included the following. ഓക്കെ, അപ്പം പ്രധാനപ്പെട്ട എബയോട്ടിക് ഫാക്ടേഴ്സ് ആണ് ഞാനിവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദി ക്ലൈമറ്റിക് ഫാക്ടേഴ്സ് ആർ സോളാർ റേഡിയേഷൻ, ടെമ്പറേച്ചർ, വിൻഡ്, വാട്ടർ കറൻസ്, റെയിൻഫാൾ. സോ ക്ലൈമറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന എബയോട്ടിക് കോമ്പണൻസ് ആണ് എന്തൊക്കെ, സോളാർ റേഡിയേഷൻ, ടെമ്പറേച്ചർ, വിൻഡ്, വാട്ടർ കറണ്ട്, റെയിൻഫാൾ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രഷറും പറയാം. കാര്യം ഈ പറഞ്ഞിരിക്കുന്ന പാരാമീറ്റേഴ്സ് ആണല്ലോ ക്ലൈമറ്റിനെ ഡിസൈഡ് ചെയ്യുക. ഓക്കെ, അപ്പം ഈ പറഞ്ഞതൊക്കെ തന്നെ എന്താണ് ബേസിക്കലി എബയോട്ടിക് ഫാക്ടേഴ്സ് ആണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ആണ് എന്ത്, ദി ഫിസിക്കൽ ഫാക്ടേഴ്സ്. ഫിസിക്കൽ ഫാക്ടേഴ്സ് ആണ് എന്തൊക്കെ, ലൈറ്റ്, ഫയർ, പ്രഷർ, ജിയോ മാഗ്നറ്റിസം. ആൻഡ് ഫൈനലി ആണ് എന്ത്, കെമിക്കൽ ഫാക്ടേഴ്സ്. കെമിക്കൽ ഫാക്ടേഴ്സിൽ എന്തൊക്കെയാണ്, അസിഡിറ്റി, സാലിനിറ്റി, ആൻഡ് ദി അവൈലബിലിറ്റി ഓഫ് ഇൻഓർഗാനിക് ന്യൂട്രിയൻസ് നീഡഡ് ബൈ പ്ലാന്റ്സ്. ഓക്കെ, അപ്പോൾ അതായത് പ്രധാനപ്പെട്ട ബേസിക് ഗ്രോത്തിന് വേണ്ടി വരുന്ന ന്യൂട്രിയൻസ് എല്ലാം തന്നെ കെമിക്കൽ ഫാക്ടേഴ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ആണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പം നിങ്ങൾക്ക് നമ്മളിവിടെ ഈ മൂന്ന് എബയോട്ടിക് ഫാക്ടേഴ്സ്, മൂന്ന് കാറ്റഗറി ഓഫ് എബയോട്ടിക് ഫാക്ടേഴ്സ് പഠിച്ചപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. എന്താണ് ഈ പറഞ്ഞ, അതായത് എന്തൊരു ലിവിങ് ഓർഗാനിസം ആയിക്കോട്ടെ,
ഇല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ പറഞ്ഞ ബയോട്ടിക് ഫാക്ടർ അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസം എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് തനിച്ച് എക്സിസ്റ്റ് ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. അതിൻ്റെ കൂടെ തന്നെ എന്ത് വേണം, ഈ പറഞ്ഞ അബയോട്ടിക് ഫാക്ടേഴ്സ് ആയ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാകുള്ളൂ, എക്കോസിസ്റ്റം അല്ലെങ്കിൽ ലൈഫ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഇനി നിങ്ങൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ ആ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ഡെഫിനിഷൻ ഒന്ന് റീകോൾ ചെയ്യുക. അപ്പോൾ ആ എക്കോസിസ്റ്റത്തിൻ്റെ ഡെഫിനിഷൻ എന്തായിരുന്നു, ഇൻട്രാക്ടിങ് ബിറ്റ്വീൻ ലിവിങ് ആൻഡ് നോൺ ലിവിങ് ഓർഗാനിസംസ് എന്നായിരുന്നു പറഞ്ഞത് അല്ലേ. അപ്പം എക്കോസിസ്റ്റത്തിന് ആ ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെയും നോൺ ലിവിങ് ഓർഗാനിസത്തിനും പകരം നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം, ഈ ബയോട്ടിക് ഫാക്ടേഴ്സിനും അതുപോലെ തന്നെ അബയോട്ടിക് ഫാക്ടേഴ്സിൻ്റെയും ഇൻട്രാക്ഷൻ ആണ് ബേസിക്കലി എക്കോസിസ്റ്റത്തിലൂടെ നടക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു അബയോട്ടിക് ഫാക്ടേഴ്സ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയ ഒരാൾക്ക് തീർച്ചയായും ബയോട്ടിക് അല്ലെങ്കിൽ ബയോളജിക്കൽ ഫാക്ടേഴ്സ് എന്താണെന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ദി ബയോളജിക്കൽ ഓർ ബയോട്ടിക് ഫാക്ടേഴ്സ് ഓഫ് എക്കോസിസ്റ്റം ഇൻക്ലൂഡ് ഓൾ ദി ലിവിങ് ഓർഗാനിസംസ്, plants, animals, bacteria and viruses. Each kind of living organisms found in an ecosystem is given the name a species. A species includes individuals which have the following features. അപ്പം ബയോട്ടിക് അല്ലെങ്കിൽ ബയോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനമായും എന്തൊക്കെയാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിവിങ് ഓർഗാനിസമായ പ്ലാന്റ്സ്, അനിമൽസ്, ബാക്ടീരിയ, വൈറസ് തുടങ്ങിയവ ഇൻക്ലൂഡ് ചെയ്തതാണ് ബയോട്ടിക് അല്ലെങ്കിൽ ബയോളജിക്കൽ ഫാക്ടേഴ്സ് എന്നുള്ളത്. ഓക്കെ, അപ്പം ഈ ലിവിങ് ഓർഗാനിസത്തിൻ്റെ എല്ലാം തന്നെ നമ്മൾ ഓർഗാനിസത്തെ എല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പലതരം സ്പീഷീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. ആൻഡ് എ സ്പീഷീസ് ഇൻക്ലൂഡ്സ് ഇൻഡിവിജ്വൽസ് വിച്ച് ഹാവ് ദി ഫോളോയിങ് ഫീച്ചേഴ്സ്. അപ്പോൾ ഈ പറഞ്ഞ സ്പീഷീസിന് പലതരം ഫീച്ചേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ്, ദേ ആർ ജെനറ്റിക്കലി എലൈക്ക് അല്ലേ. കാരണം മനുഷ്യന്മാരെ നമ്മൾ ഹോമോസാപ്പിയൻസ് എന്നുള്ള കാറ്റഗറിയിൽ പെടുത്തിയാൽ, കാര്യം മനുഷ്യന്മാരൊക്കെ എസ്തെറ്റിക്കലി കാണാൻ പല രൂപങ്ങളാണെങ്കിലും ജെനറ്റിക്കലി എന്താണ് സെയിം ആണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ആണ് എന്ത്, ദേ ആർ കേപ്പബിൾ ഓഫ് ഫ്രീലി ഇന്റർബ്രീഡിങ് ആൻഡ് പ്രൊഡ്യൂസിങ് ഫെർട്ടൈൽ ഓഫ് ഓഫ് സ്പ്രിങ്സ്. അപ്പം ബയോട്ടിക് ഫീച്ചേഴ്സിൻ്റെ ഏറ്റവും വലിയൊരു ക്യാരക്ടറിസ്റ്റിക് ആണ് എന്ത്, ഇന്റർബ്രീഡിങ്ങും അതുപോലെ തന്നെ ഓഫ് സ്പ്രിങ്ങിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളൊരു ക്യാപ്പബിലിറ്റിയും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായും കോമ്പണൻസ് ഓഫ് എക്കോസിസ്റ്റത്തിൽ പഠിക്കാനുള്ളത്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ അറിഞ്ഞിരിക്കുക എബയോട്ടിക് ഫാക്ടേഴ്സ് എന്താണെന്നും അതുപോലെ തന്നെ ബയോട്ടിക് ഫാക്ടർ എന്താണെന്നുള്ളതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ ഫൈനലി നിങ്ങൾ ജസ്റ്റ് ഒരു ലേഔട്ട് അറിഞ്ഞിരിക്കുക. എക്കോസിസ്റ്റത്തിൻ്റെ പ്രധാനമായും രണ്ട് കോമ്പണൻസ് ആണ് ഉള്ളത്. ഫസ്റ്റ് ആണ് എന്ത്, ബയോട്ടിക് കോമ്പണൻറ്റ് ആൻഡ് നെക്സ്റ്റ് ആണ് എന്ത്, എബയോട്ടിക് കോമ്പണൻസ്. ഈ ബയോട്ടിക് കോമ്പണൻസിലാണ് എന്തൊക്കെ വരുന്നത്, പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, ഡീകമ്പോസേഴ്സ്. ഓക്കെ, ആൻഡ് ഈ കൺസ്യൂമേഴ്സിന് തന്നെ നമുക്ക് പല മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെയാണ്, പ്രൈമറി കൺസ്യൂമർ, സെക്കൻഡറി കൺസ്യൂമർ, അതുപോലെ ടെർഷ്യറി കൺസ്യൂമേഴ്സ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ആണ് എന്ത്, എബയോട്ടിക് കോമ്പണൻസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, അതിൻ്റെ എക്സാംസ് ആണ് എയർ, വാട്ടർ, വിൻഡ്, സോയിൽ, ടെമ്പറേച്ചർ, റെയിൻഫാൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ. ഓക്കെ, സോ നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു.